ഹലോ. അപ്പോൾ പാതിരാവിലെ തന്നെ എണീറ്റത് ഇപ്പം എങ്ങോട്ടാ? അത് തന്നെ അച്ഛൻ്റെ അമ്മമ്മയുടെയും കൂടെ നമ്മൾ അമ്പലത്തിൽ പോവാണ് ഗായ്സ്. കുറേ നാളായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഞാനാണെങ്കിൽ അമ്പലത്തിൽ പോക്കൊക്കെ കുറവാണ്. അപ്പോൾ നമ്മൾ കുളിച്ച് റെഡിയായി ഇതാ ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് അമ്പലത്തിൽ പോവാണ് ഗായ്സ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മേക്കപ്പ് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ആദ്യം തുടങ്ങുന്നത്? മോയ്സ്ചറൈസർ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മൾ സൺസ്ക്രീൻ വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ സൺസ്ക്രീൻ ഇട്ടു. ആദ്യമേ തന്നെ 3G ആണല്ലോ ഈശ്വര, എന്തെങ്കിലും ആവട്ടെ മിസ്റ്റ് അടിക്കാം. അങ്ങനെ നമ്മൾ മുഖത്ത് മിസ്റ്റൊക്കെ അടിച്ചു. ഞാൻ ഇങ്ങനെ കേട്ടോ മേക്കപ്പ് ഇടുന്നത്, പല രീതിക്കാണ് ഞാൻ മേക്കപ്പ് ഇടുക. നെക്സ്റ്റ് ഫൗണ്ടേഷൻ. നമ്മൾ ഇതിൻ്റെ അടിയിൽ കളർ കറക്റ്റർ അങ്ങനത്തെ സാധനമൊന്നും യൂസ് ചെയ്യാറില്ല. ഞാൻ നേരിട്ട് ഫൗണ്ടേഷനാണ് ഉപയോഗിക്കുക. എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഫേസ് ഭയങ്കര ക്ലീൻ ആണെന്നൊന്നുമല്ല, പിമ്പിൾസൊക്കെ ഉണ്ട്, മാർക്സ് ഉണ്ട്. എന്നാലും ഞാൻ ഇത് മാത്രമേ ഇടുള്ളൂ. കണ്ടോ, നമ്മൾ ഈ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഈ വാ തുറന്നു പോകുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്. അങ്ങനെ നമ്മൾ ടാപ്പായിട്ട് ഫൗണ്ടേഷൻ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. നമ്മുടെ മുടി അഴിഞ്ഞു പോയി ഗൈസ്. ഒന്നും നോക്കിയില്ല, വിളിച്ചു. ചേച്ചാ എന്റെ തലമുടി ഊരിപ്പോയ ചേച്ചാ. ഊരണ്ട ഒന്ന് മടക്കി കെട്ടിത്തരൂ. അപ്പം എങ്ങനെ പോയാലും ഞാനൊരു അച്ചച്ചമ്മോളാണ്, അതുപോലെ അമ്മുമോളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അവരെ. അതുകൊണ്ട് ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇവിടെ നമ്മുടെ അമ്മ വീട്ടിലുള്ള പോലെയാണ്. അവിടെ അമ്മയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കാര്യം ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറില്ല, എല്ലാം അവർ രണ്ടുപേരെയും കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ 18 അടവും പയറ്റി അങ്ങനെ അച്ചാച്ചൻ എൻ്റെ മുടി കെട്ടിത്തന്നിരിക്കുകയാണ് ഗൈസ്, കെട്ടിത്തന്നു. ഇത് കണ്ടുവന്ന അമ്മുമ്മ നനഞ്ഞ മുടി കെട്ടാൻ പാടില്ല കുഞ്ഞേ എന്ന് പറഞ്ഞു. കേട്ടതും ഞാൻ അപ്പം തന്നെ മുടി അങ്ങ് അഴിച്ചിട്ടു. പിന്നെ ഒന്നും നോക്കിയില്ല. ഇത് ഓരോന്ന് പറയണ കേട്ടോണ്ടിരുന്ന ഇന്ന് അമ്പലത്തിൽ പോക്ക് നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. നമുക്ക് ഐബ്രോസ് എഴുതാം ഗൈസ്. ഐബ്രോസ് എഴുതാൻ അടുത്തുള്ള കണ്ണാടി നോക്കാൻ പോയാൽ ഞാനാണ്. ആ സമയത്ത് റെക്കോർഡായ ഒരു സംഭവം കാണിച്ചു തരാം. ഇത് കണ്ണാടിക്ക് പകരമായിട്ട് ഉപയോഗിക്കല്ലേ? അയ്യോ, നീ ഇത് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടാ? ഇതിലോ ഫോട്ടോ ഇടുവോ? ഫോട്ടോ പറയണ മാത്രല്ലേ ഇട്ടുള്ളൂ? പറയണ മാത്രമേ ഇട്ടുള്ളൂ. ഇതിനകത്ത് പിന്നെ കാണാൻ പറ്റുള്ളൂ. റെഡി ആയി കഴിയുമ്പോ ഒന്ന് ഫോട്ടോ എടുക്കണോട്ടെ. എടുത്തോണ്ടിരിക്കല്ലേ? അതെ, എന്നിട്ട് പറഞ്ഞില്ല വെറുതെ പറഞ്ഞ. ഈ കോലാഹലങ്ങൾക്കൊക്കെ ശേഷം നമ്മൾ പിന്നീടും ഇത് ആരംഭിക്കുകയാണ് ഗൈസ്. ഏത് മെബലൈൻ്റെ ഐലൈനറാണത്. കുത്തും കോമയൊക്കെ മാഞ്ഞു പോയി ഗൈസ്. അപ്പോഴാണ് നെറ്റത്തെ ഒരു കുരു എൻ്റെ കണ്ണിൽ പെട്ടത്. വിളിക്കാതെ വന്ന അതിഥി അതല്ലേലും പുറത്തു പോകുമ്പോൾ അങ്ങനെയാണല്ലോ, നല്ല നല്ല എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ കറക്റ്റായിട്ട് വരുന്ന ഒരു സംഭവമാണ് പിമ്പിൾസ്. നെക്സ്റ്റ് നമ്മൾ ലിപ് ബാം ഇടാൻ പോവാണ്. അപ്പം ഇത് ഊട്ടിയിൽ നിന്നാണ് കൂടെ, എവിടെ നിന്നോ ഇതൊരു തണുത്ത സ്ഥലത്ത് നിന്ന് മേടിച്ചാണ്. തേച്ച് പിടിപ്പിച്ചങ്ങ് കൊടുക്കുക, അത്ര. ഗൈസ് നമ്മൾ ലിപ് ബാം ഇട്ടിട്ട് നമ്മൾ ടിഷ്യൂ ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ അങ്ങ് ചൂടാക്കുക. എന്നിട്ട് ആർക്കുമല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലാസ്റ്റിംഗ് ആയിട്ട് കിട്ടും. നല്ലൊരു ടിപ്പല്ലേ? സോ യൂസ്ഫുൾ ആയിരിക്കും, ഇടയ്ക്ക് യൂസ് ചെയ്തോളൂ, നല്ലതാണ്. നമ്മൾ ലിപ്സ്റ്റിക് ഇടാൻ പോവാം. സോറി, മുടി ഉണങ്ങാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉള്ളില്ലാത്ത പോലെ തോന്നുന്നത്. പക്ഷെ എനിക്ക് ഓൾറെഡി എനിക്ക് ഉള്ളുണ്ട്. എല്ലാരും പറയും നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കുറച്ച് വെറ്റായിട്ടിരിക്കണം എന്ന്. പക്ഷെ ഇവിടെ നിന്ന് അവിടെ വരെ എത്തുമ്പോഴേക്കും എന്തായാലും ഡ്രൈ ആവും. അതുകൊണ്ട് ഞാനത് ഫുൾ ഡ്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ അപ്പഴേ പറഞ്ഞല്ലോ ഗായ്സ്, എനിക്ക് ഉള്ളുണ്ട് കണ്ട, വെറുതെ പറഞ്ഞല്ലോ. നമ്മൾ ഉണങ്ങുമ്പോ ഒരു പ്രത്യേക ഉള്ളാണ്, ഒരു പ്രത്യേക ടൈപ്പ് ഉള്ളൊക്കെ വരും. അതെ, ഷഡ്ഡിട്ടുണ്ട് ഞാൻ തുണി പറയതാണ് കേട്ടോ. ഇത് കിട്ടുവോ? അയ്യോ, അതൊന്നും കിട്ടൂല ഗായ്സ്. ഞാനൊരു കാര്യം മറന്നു പോയി, മസ്കാര ഇട്ടില്ല. നമുക്ക് മസ്കാര ഇടാം. ഞാൻ പോരില്ല, പോടും. ഒന്നാമത് പീലില്ല, ഇത് വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യല്ലാണ്ട് ഇപ്പൊ എന്തൊരു ചെയ്യാൻ. ഇനി നമ്മൾ പൗഡർ ഇട്ട് വാർണിഷ് ചെയ്യാൻ പോവാണ് ഗൈസ്. നിങ്ങക്ക് പെയിന്റ് അടിച്ചാൽ തോന്നണല്ലോ, അതാണ്. അതൊക്കെ എന്താ ഒരു പ്രത്യേക തരം ആർട്ടാണ്, ആർട്ട്. അതിനെ കൊണ്ട് മാത്രമേ പറ്റൂ. അപ്പൊ ഗൈസ്, മേക്ക് ഓവർ അക്കൗണ്ടൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ ആണ്. ഞാൻ വന്ന് നിങ്ങൾക്ക് മേക്ക് ഓവർ ഒക്കെ ചെയ്തു തരാം കേട്ടോ, ബ്രൈഡൽ മേക്ക് ഓവർ. ഓക്കെ, മുടി ആദ്യം നമുക്ക് കെട്ടി വെക്കാം. ഓക്കെ, കെട്ടി വെച്ചിട്ട് നമ്മൾ കയ്യിൽ വാച്ച് ഇടാൻ പോകുന്നു. വളയില്ല ഗൈസ്, വള ഞാൻ വാങ്ങിക്കാൻ മറന്നുപോയി. പച്ച വള ഇടണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ വാങ്ങിച്ചില്ല. അതുകൊണ്ട് നമ്മൾ ഇന്ന് കുറച്ച് ഫോർമൽ ആയിട്ട് അമ്പലത്തിൽ പോകാം. ഓക്കെ, വാച്ചൊക്കെ ഇട്ട്
കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഉള്ളത് കൊണ്ട് ഓണം പോലെ. പൗഡർ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ ബ്ലഷ് ഇട്ടില്ലല്ലോ എന്ന്. ബ്ലഷ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബ്ലഷ് വരാറുണ്ട് ചില പ്രത്യേക സന്ദർഭങ്ങളിൽ. അല്ലെങ്കിൽ ബ്ലഷ് വേണോ? വേണ്ട, നമ്മൾ അമ്പലത്തിൽ പോകുന്നില്ലേ, ഇപ്പൊ തന്നെ നല്ല സുന്ദരി കുട്ടിയാണോ, അപ്പം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ മാല ഇടുന്നില്ല, കമ്മൽ മാത്രമാണ് ഇടുന്നത്. അപ്പം ദിസ് ഇസ് ദ കമ്മൽ. ഇതുവരെ കമ്മലിട്ട് കഴിഞ്ഞില്ലേ? കമ്മൽ ഇപ്പഴാ മാമ ഇടുന്നേ. അപ്പൊ ഇത്ര ഇതേ ഞാൻ കമ്മലിട്ട് കമ്മല് കേറുന്നില്ല. ഓൾറെഡി ഒരു കമ്മൽ ഉണ്ടായിരുന്നു ഗൈസ്. അയ്യേ ആരടുത്തും പറയരുത് കേട്ടോ, നമ്മള് തമ്മിൽ മാത്രമേ. ഓക്കെ, ആരോടായി പറയുന്നത്? പട്ടിക്ക് വർത്താനം പറയുന്നു. അല്ല, ഇത് എന്റെ ഫോളോവേഴ്സിന്റെ അടുത്ത് ഞാൻ സംസാരിക്കുകയാണ്. പക്ഷെ അവർക്കറിയില്ല, അവരിത് ലൈവായിട്ട് കാണുന്നില്ല എന്ന് മാത്രം. എന്റെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊന്നും അവര് ലൈവായിട്ട് കാണുന്നില്ല. ഫുൾ അയച്ചിടുമ്പോ റെഡിയാവും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരി, ഇപ്പൊ കമ്മലിടണ്ട, നമുക്ക് മുടി ആദ്യം കെട്ടാം എന്നിട്ടിടാം. മേക്കപ്പ് ഇടണോ? ആകെ മെനീടാക്കും. ഇല്ല, ചേച്ചന് പിന്നെ എന്റെ കളർ ആയതുകൊണ്ട് കുഴപ്പമില്ല. അറിയാണ്ടൊന്ന് അച്ഛൻ്റെ വായിന്ന് വന്നുപോയി. എനിക്കും ഇച്ചിരി മേക്കപ്പ് ഇട്ട് തരുമെന്ന്. ഞാൻ അതേ പിടിച്ചങ്ങ് കയറി. ഞാൻ താജ്മഹൽ പണിത് കൊടുത്തു ഗൈസ്, താജ്മഹൽ. അതെ, ഫൗണ്ടേഷൻ ഇട്ടു, ഫിക്സിംഗ് സ്പ്രേ അടിച്ചു, ഹുദാ ഹബ കഴിഞ്ഞു. കുറച്ച് ലിപ്സ്റ്റിക് കൂടെ ആയാലോ? പൗഡർ ഇട്ടരാം. മുടുക്കനായി മുടുക്കനായി. മുടുക്കൻ. അവിടെ ഞാനൊന്നും മുടുക്കനായിരുന്നു. സുന്ദരനായി. ആ കുഴപ്പമില്ല, മുടുക്കൻ. നോക്കട്ടെ, മുടുക്കനായോ നോക്കട്ടെ. വെളുത്തു വെളുത്തു. നോക്കട്ടെ, സരുമ്മനെ വിളിപ്പിക്കാലോ. ഉള്ള സൗന്ദര്യം തന്നെ തമ്പുരാൻ തന്ന സൗന്ദര്യം മതി. നോക്കട്ടെ, സൗന്ദര്യം ഒന്ന് നോക്കട്ടെ. സൗന്ദര്യം ഉണ്ട്. അയ്യോ, കൊള്ളം. ഉണ്ട് ഇല്ലേ? ഉണ്ട്. തമ്പുരാൻ തന്നാണത്. അപ്പൊ ഗൈസ്, ഇപ്പുറത്തെ സൈഡ് കെട്ടിപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ നമുക്ക് ഇപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചത് എങ്ങനെ കെട്ടുന്നതെന്ന്. നമ്മൾ ഇങ്ങനെ ഇച്ചിരി എടുക്കാം. ഇച്ചിരി എടുത്തിട്ട് ഇതിങ്ങനെ പിരിക്കണം. ഇങ്ങനെ പിരിച്ചിട്ട് ഇവിടെ നിന്ന് ഇത്തിരി ഭാഗം എടുത്ത് ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ അതിന്റെ ബാലൻസ് എടുത്തിട്ട് പിന്നെ എടുക്കുക, അത് മാത്രം പിരിക്കുക. എന്നിട്ട് നേരത്തെ പിരിച്ചതിന്റെ കൂടെ അത് പിരിച്ചു വെക്കുക. ഇങ്ങനെ ഇത് മൊത്തം പിരിക്കാം. ഓക്കെ, ഇങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ റെഡി ആവുന്നില്ല. അമ്പലത്തിൽ പോകുമ്പോൾ തിന്നാണ്ടാണ് പോവാം. പക്ഷെ നമ്മൾ പച്ചക്കറി തിന്നാൻ കുഴപ്പമില്ല. ഓക്കെ, വിശന്നിരിക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഫുൾ റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ദാ വണ്ടിയിൽ ഇങ്ങനെ പോവാണ് നമ്മൾ. ചോറ്റാനിക്കര അമ്പലത്തിലും അതുപോലെ ആമയുടെ അമ്പലത്തിലുമാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 2 അമ്പലത്തിൽ പോകുന്നുണ്ട് കേട്ടോ. 2 അമ്പലത്തിലും എന്താ എൻ്റെ അനിയൻകുട്ടൻ എൻ്റെ കൈയും പിടിച്ചത് ഇങ്ങനെ നടന്നാ പോയത്. ഒരു പ്രത്യേക വൈബായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് അച്ഛനൊരു കോമഡി പറഞ്ഞു. പക്ഷെ സംഭവം എനിക്ക് വീഡിയോയിൽ കിട്ടിയില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ പുഷ്കരൻ ചെറിയ വെടി 1. പിന്നെ നമ്മൾ ചോറ്റാനിക്കരയിൽ പോയി. ഇതുപോലെ മരത്തിൽ നിറയെ പാവകളെ കുത്തിവെച്ചിരുന്നു, തൊട്ടിലുകൾ കെട്ടിയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ സാധനം ഫോട്ടോഷൂട്ട്സ്, വീഡിയോസ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുത്തു. ഇത് പട്ടി ഷോ തന്നെ, അതില്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കുട്ടി കുട്ടി വ്ളോഗ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. പിന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ, ബൈ ബൈ.